നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ആത്മകാരക ഗ്രഹത്തെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ആത്മകാരക ഗ്രഹത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഗ്രഹം എന്ന് പറയുന്നത് ശനി ആത്മകാരക ഗ്രഹമായാൽ ഒരാളുടെ ഫലം എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ്. പൊതുവേ നമ്മളുടെ ഭാരതീയ ജ്യോതിഷത്തിൽ, പ്രത്യേകിച്ച് പരാശരക്രമത്തിൽ അല്ലെങ്കിൽ പാരമ്പര്യ ജ്യോതിഷക്രമത്തിൽ ശനി ഒരു കർമ്മകാരകനായിട്ടാണല്ലോ പറയുന്നത് അല്ലേ? കർമ്മത്തിൻ്റെ കാരകനാണ് ശനി. ജീവിതത്തെ ജഡ്ജ് ചെയ്യുന്ന വിധിയുടെ കാരകനാണ് ശനി. ആയുസ്സിൻ്റെ കാരകനാണ് ശനി. ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശനി സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശനിയുടെ സ്ഥാനം, ഭാവം എന്നിവയെല്ലാം മുൻജന്മത്തിൽ അവർക്ക് എവിടെയൊക്കെയാണ് കുറവുകൾ സംഭവിച്ചത്, അതുപോലെ തന്നെ ഈ ജന്മത്തിൽ ശനി നിൽക്കുന്ന ഭാവങ്ങളിൽ കൂടുതലായിട്ട് കർമ്മങ്ങൾ നിറവേറ്റേണ്ടതായിട്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് അലയുകയോ ചെയ്യേണ്ടതായിട്ടുള്ള സൂചനയാണ് നൽകുന്നത്. ശനി നിൽക്കുന്ന ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്കൊരു കഠിനാധ്വാനത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശനി കഠിനാധ്വാനത്തിൻ്റെ ആളാണ്. ശനി മടിയുടെ ആളാണ്. ശനി ഡിസിപ്ലിൻ്റെ ആളാണ്. പല ഡയമെൻഷനിലുള്ള ആളാണ് ശനി. അപ്പം ഏത് ഭാവത്തിലാണോ അവർ കഠിനാധ്വാനം ചെയ്യുന്നത് അതിനനുസരിച്ച് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തിയെടുക്കാനും കഴിയും എന്നുള്ളതാണ്. ശനി നിൽക്കുന്ന ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി ഓബ്സ്റ്റക്കിൾസ് അയാളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. ആ ഏരിയയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം നമ്മൾ ഒഴിഞ്ഞു മാറുന്നു അതിനനുസരിച്ച് ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ കൂടും. അതേസമയത്ത് ശനി നിൽക്കുന്ന ഭാവവുമായി ബന്ധപ്പെട്ടിട്ട് അവർ എഫേർട്ടുകൾ കൂടുതൽ ഇടുകയാണെങ്കിൽ അതിനനുസരിച്ച് അവസാനം ഗുണാനുഭവങ്ങൾ വരികയും ചെയ്യും. ഇതാണ് ശനിയെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള തിയറി. അതുകൊണ്ട് തന്നെ ആത്മകാരകനായ ഗ്രഹം എന്ന് പറയുന്നത് ഈ ജന്മത്തിൻ്റെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. രാഹുകേതുക്കളെ പോലെ തന്നെ പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഡെസ്റ്റിനി പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചിരുന്നതാണ് രാഹുകേതുക്കൾ. അതിൽ രാഹുവും ഈ ജന്മത്തെ ലക്ഷ്യങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ആത്മകാരക ഗ്രഹങ്ങളും പൂർത്തിയാക്കപ്പെടാത്ത വിഷയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ റെട്രോഗ്രേഡ് പ്ലാനറ്റ്സ്, അതായത് വക്രഗ്രഹങ്ങളും പൂർത്തിയാക്കാത്ത വിഷയങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ പഠിച്ചായിരുന്നല്ലോ. അപ്പം ഇവിടെ ശനി എന്ന് പറയുന്ന ഗ്രഹം ആത്മകാരകനായാൽ അച്ചടക്കത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു മൂർത്തിമത് ഭാവമാവും എന്നുള്ളതാണ്. അത് വേണം. ഇല്ലെങ്കിൽ ശനി ആത്മകാരകനായിട്ടുള്ളവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ വരും എന്നുള്ളതാണ്. ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ശനി ആത്മകാരകനായാലും ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരാളുടെ ജീവിതത്തിൽ അച്ചടക്കവും ത്യാഗബുദ്ധിയും കഠിനാധ്വാനവും യാഥാർത്ഥ്യബോധവും കൂടും. അല്ലെങ്കിൽ ഈ വിഷയങ്ങളിലൂടെയുള്ള ഒരു തീർത്ഥയാത്രയായിരിക്കും അയാളുടെ ജീവിതം എന്ന് പറയുന്നത്. ഇവർക്ക് ക്ഷമയുണ്ടാവും, ദാസ്യത്വം എന്ന് പറയുന്നൊരവസ്ഥ. ഇവർ ക്ഷമയും ഉത്തരവാദിത്വബോധവും അതുപോലെ വിനയവും ഉള്ളവരായിരിക്കും എന്നുള്ളതാണ്. ശനിക്കൊരു ദാസ്യത്വ സ്വഭാവമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ ശനി എന്ന് പറയുന്നത് ഒരു ദാസ്യം ആണ്. അതായത് കുറച്ച് ദാസ്യഭാവമുണ്ടാവും, ഒരു വിനയമുണ്ടാവും. അത് പോസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഹാർഡ് വർക്ക് കൂടുകയും ചെയ്യും. ജീവിതത്തിൻ്റെ അതികഠിനമായിട്ടുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാനും അതിനെ അതിജീവിക്കാനുമുള്ള കഴിവ് ശനി ആത്മകാരകരായിട്ടുള്ളവർ ഉണ്ടാവും. അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിതത്തിൽ എത്ര പ്രതിസന്ധികൾ വന്നാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ളൊരു കഴിവ് ഉണ്ടാവും. അതിൽ സംശയമില്ല. കഠിനാധ്വാനത്തിലൂടെയും സ്ഥിര ഉത്സാഹത്തിലൂടെയും നിരന്തരമായിട്ടുള്ള ശ്രമത്തിലൂടെയും സെറ്റ് ബാക്സുകൾ അനവധി അനുഭവിച്ചാലും
ജീവിതത്തിൽ പലയിടത്തു നിന്ന് തഴയപ്പെട്ടാലും വീണ്ടും 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 ഇവരുടെ കഠിനാധ്വാനവും ഇവരുടെ ആ ഒരു ഫോക്കസും, പ്രത്യേകിച്ച് ആ ഒരു ഒരു ജീവിതം തന്നെ അവരുടെ ആ ഒരു വിഷയത്തിലേക്ക്, ഇങ്ങനെ ശനി ആത്മകാരകനാവുകയും നല്ല ബലത്തിൽ നിൽക്കുന്നവരെയൊക്കെ ആണെങ്കിൽ ഒരു കമ്പനിയൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കാം നമുക്ക്. അവർ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് ചെയ്യും. പക്ഷേ ഇവരുടെ ഒരു പരാജയം എന്ന് പറഞ്ഞാൽ 10, 16, 20 വർഷമൊക്കെ ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് ആത്മാർത്ഥതയുടെ ഇത് കാണിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് കുറച്ച് സാലറിയൊക്കെ കൂട്ടി ചോദിക്കുമ്പോൾ കമ്പനിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവരതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെടും. ഇപ്പോൾ വ്യാഴത്തിനോ അല്ലെങ്കിൽ ബുധനോ ഒക്കെ ബലപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഒന്ന് സാലറി കിട്ടിയില്ലെങ്കിൽ അടുത്തടുത്തേക്ക് അവർ ചാടും, അത് നിൽക്കത്തില്ല. ഇവരങ്ങനെയല്ല, ഒരു സ്ഥിര ഉത്സാഹിയായിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അവരുടെ ആ ഒരു കംഫോർട്ട് സോണിനനുസരിച്ച് നിൽക്കും. പക്ഷെ നിന്ന് കുറേ കഴിയുമ്പോഴായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇവർക്ക് അർഹതപ്പെട്ടത് തന്നെയായിരിക്കും ഇവർ ചോദിക്കുന്നത് കേട്ടോ. ഇവർക്ക് അർഹതപ്പെട്ടത് തന്നെയായിരിക്കും ചോദിച്ചാലും പക്ഷെ ഇവരത് കൊടുക്കത്തില്ല. ഇവർക്ക് കിട്ടാൻ പാടായിരിക്കും. അതൊരു വലിയ പ്രശ്നമാണ്. ഫലയിച്ചയില്ലാത്ത കർമ്മവും അതുപോലെ തന്നെ നിസ്സംഗത പഠിക്കാനുമുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടാവും. അതായത് ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പം 10, 16 വർഷമായിട്ട് ആ കമ്പനിയുടെ ഒരു നെടുന്തൂണായിട്ടായിരിക്കും. ചിലപ്പോൾ രാവിലെ 9 മണി മുതൽ രാത്രി 2 മണി വരെയൊക്കെ പണിയെടുക്കും. ചിലപ്പോൾ മാനേജറുടെ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരുടെയും കൂടെ പണി ഇവരെടുക്കും. എല്ലാവരും ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഒരു ലെവൽ എത്തുമ്പം മനുഷ്യന് പല പല ആവശ്യങ്ങൾ വരും. ഒരു തലം വരുമ്പോൾ ഇവർക്ക് അർഹതപ്പെട്ടത് ഇവർ ചോദിക്കാൻ നേരത്ത് എല്ലാവരും മുഖം തിരിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് ഈ ശനി ആത്മകാരകരായിട്ടുള്ളവർ നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. അതുപോലെ തന്നെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകണം. അവർ നിസ്സംഗമായിട്ട് ആണെങ്കിൽ പോലും അവർ വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കൺസിസ്റ്റൻസിയോട് കൂടിയിട്ട് ഇവർ ജോലി ചെയ്യണം. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോണം, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കൃത്യസമയത്ത് ചോദിച്ച് വാങ്ങിച്ചോണം. ഇല്ലെങ്കിൽ അത് ലാസ്റ്റ് ബുദ്ധിമുട്ടിലേ അവസാനിക്കത്തുള്ളൂ. ശനി ആണ് ദുഃഖിപ്പിക്കും. ദുഃഖത്തിൻ്റെ കാരകനാണ് ശനി, നാശത്തിൻ്റെ കാരകനാണ് ശനി. ചിലപ്പോൾ ആ ബന്ധം എന്നേക്കുമായിട്ട് അവസാനിക്കും. അതുകൊണ്ട് ശനി ആത്മകാരകരായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെയ്യുന്നത് ചെയ്യണം. അത് ബലപ്പെട്ടവർക്കാണ് അത് ചെയ്യാൻ കഴിയുന്നത്. ഫലയിച്ചയില്ലാതെ കർമ്മം ചെയ്യാൻ കഴിയും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, അതായത് കർമ്മണ്യേവാധികാരസ്ഥയും ആ ഫലേഷു കഥാചന എന്നല്ലേ ഗീതയിൽ പറയുന്നതെന്ന് തോന്നും. പക്ഷെ അത് ശരിയാണ്. അത് പ്രകൃതിയിലേക്ക് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാനുള്ളത് കിട്ടും ചിലപ്പം പക്ഷേ നമ്മളൊരു ഭൗതികപരമായിട്ടുള്ളൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിൻ്റെ നിയമം, അതിൻ്റെ ധർമ്മം, അതിൻ്റെ മൊറാലിറ്റി എന്ന് പറയുന്നത് അതൊരു ബിസിനസ്സാണ്, കച്ചവടമാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലാഭമാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ ലാഭം മൊത്തം വേണമെന്നല്ല പറയുന്നത്. ചെയ്യുന്ന ജോലിക്കുള്ള ഫലം, ചെയ്യുന്ന ജോലിക്കുള്ള കൂലി, അത് വാങ്ങിച്ചെടുക്കാനുള്ള ശേഷി നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ ഇത് എടുത്ത് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ശനി ആത്മകാരകനായിട്ട് 10ാം ഭാവത്തിലോ 6ാം ഭാവത്തിലോ അല്ലെങ്കിൽ എവിടെയായാലും ആത്മകാരകനായിട്ട് വന്നാൽ ഇവർ ആ നിൽക്കുന്ന ഭാവത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടും. അതേന്നും പറഞ്ഞുകൊണ്ട് ജീവിക്കും. ഇപ്പോൾ 4ാം ഭാവത്തിലൊക്കെ ആണെങ്കിൽ അതേന്നും പറഞ്ഞുകൊണ്ട് ജീവിച്ചിട്ട് ലാസ്റ്റ് ഈ ചെയ്തതും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടല്ലോ. ഇവർക്ക് ആദ്യമൊക്കെ കുറച്ച് വിഷമം വരും, പിന്നെ ഇവരതുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകും. പക്ഷേ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവർ കുറച്ച് മുൻപേ ഇതവർ ചെയ്തിരുന്നെങ്കിൽ ഇവർക്ക് ഈ ജന്മം കുറച്ചും കൂടെ ഭംഗിയാക്കി എടുക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ്. ജ്യോതിഷം ഒരു മാപ്പ് പോലെയാണെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു ശാസ്ത്രമാണ്. അപ്പം എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത് കണ്ടറിഞ്ഞ് നിൽക്കാൻ പഠിക്കണം കേട്ടോ. അപ്പോൾ ഇനി ശനി നെഗറ്റീവായാൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ശനി ആത്മകാരകനാവുകയും വക്രമാവുകയും കൂടെ ചെയ്താൽ ഈ ജന്മം നന്നായിട്ട് അധ്വാനിക്കാനുള്ളതാണ്. ത്യാഗത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ഒരു നിഷ്ഠ, ഒരു രീതി നിങ്ങൾ കൊണ്ടുവരികയും വേണം എന്നുള്ളതാണ്. ഇനി ശനി ആത്മകാരകനായാലുള്ള ദോഷഫലങ്ങളെക്കുറിച്ച് പറയാം. എന്താ? ഒന്നാമത്തത് നിരാശാബോധം. നിരാശയാണ്, ഒന്നിലൊരു തൃപ്തി വരുത്തില്ല. രണ്ടാമത്തത് അപകർഷതാബോധം, ഇൻഫീരിയർ
ആണ്. അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയും. ശക്തമായിട്ടുള്ള അപകർഷതാബോധം, നിൽക്കുന്ന ഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇൻസെക്യൂരിറ്റി, ഒരു ഭയം, പുറമോട്ട് വലിയാനുള്ള ഒരു ടെൻഡൻസി, തന്നെ കൊണ്ട് കഴിവില്ല എന്നുള്ള തോന്നലുകൾ, ഇതെല്ലാം. നിരാശ, മടി. വ്യാഴം മോശമായാൽ അലസതയാണെന്നുണ്ടെങ്കിൽ ശനി മോശമായാൽ മടിയാണ്, കടുത്ത മടി. ഭയം, വിഷാദം, ശരിയായ ഡിപ്രഷൻ, പല്ല് തേക്കാൻ തോന്നാത്ത, കുളിക്കാൻ തോന്നാത്ത, എഴുന്നേൽക്കാൻ തോന്നാത്ത, വൃത്തിഹീനമായിട്ടുള്ള ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരവസ്ഥ, കുളി നനയൊന്നുമില്ലാതെ, ബെഡ്ഷീറ്റുകളൊന്നും മാറാതെ, വീടുകളൊന്നും വൃത്തിയാക്കാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന, ബെഡിൽ നിന്ന് എണീക്കാൻ തോന്നാത്ത, എത്ര സമയമായാലും എഴുന്നേൽക്കാൻ തോന്നാത്ത ഒക്കെ ഒരവസ്ഥ. വിഷാദം. ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ കേട്ടോ. ഇതൊക്കെയാണ് പ്രധാന വെല്ലുവിളികൾ. നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പട്ടി ധാരാളമായിട്ട് കുറയ്ക്കുന്നില്ല. ഇതുവരെ മിണ്ടാതിരുന്നതാണ്. ശനിയുടെ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഈ വീട്ടിലല്ല, അപ്പുറത്തെ വീട്ടിലെ പട്ടി ധാരാളമായി കുറച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നമ്മൾ എന്ത് ചെയ്യാൻ പോകുമ്പോഴും, നമ്മളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോഴും ഒരു കാരണമില്ലാതെ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം ആ ഒരു സൗണ്ട് ഉള്ളതുകൊണ്ട്, ആ ഒരു ഡിസ്ട്രാക്ഷൻ ഉള്ളതുകൊണ്ട് പറയാനുണ്ടായിരുന്ന പല കാര്യങ്ങളും ഞാൻ മറന്നുപോയി. കാരണം ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അസ്വസ്ഥമാവും. ഇതുപോലെ തന്നെയാണ് ശനി മോശമായത്. നമ്മളൊരു കാര്യം ചെയ്യാനിറങ്ങുമ്പം വളരെ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലുള്ള പല കാര്യങ്ങൾ, ജീവിതത്തിൽ പല ഒബ്സ്റ്റക്കിൾസും വരുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മതി എന്നുള്ളൊരു തോന്നൽ വരികയും നിരാശാജനകമായിട്ടുള്ള അവസ്ഥകൾ വരികയും ചെയ്യും. തടസ്സങ്ങൾ ഒരു കാരണവുമില്ലാത്ത. ഉദാഹരണത്തിന് അപ്പുറത്തെ വീട്ടിലെ പട്ടി ഈ സമയത്ത് കുറയ്ക്കേണ്ട ഒരാവശ്യമില്ല. ഇതിനു മുമ്പും ഇത് കുറയ്ക്കുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാനിരുന്നത്. പക്ഷേ ഈ സമയം അത് ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അത് ഞാനത് മോശമായിട്ടല്ല പറയുന്നത്, പട്ടിക്ക് കുറയ്ക്കാം, അവർക്ക് അതിൻ്റെ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഒരു നിമിത്തം പോലെ നോക്കിയാൽ നെഗറ്റീവായിട്ട് നമ്മൾ ആ ചെയ്യാൻ അത്ര എഫേർട്ട് ഇട്ടാലും നമുക്ക് ആ ഓബ്സ്റ്റാക്കിൾസ്, പ്രതിസന്ധികളെ തരണം ചെയ്ത് മടുക്കും. പക്ഷെ നമ്മൾ മുന്നോട്ട് പോകണം, അതിൽ തളരരുത്, നമ്മൾ മുന്നോട്ട് പോകണം. അതാണ് പ്രധാന വെല്ലുവിളികൾ. ഈ മുകളിൽ പറഞ്ഞതൊക്കെയാണ്. അതുപോലെ തന്നെ കാലതാമസം, പല കാര്യങ്ങൾക്കും കാലതാമസം. ശനി ഏത് ഭാവവുമായിട്ട് ബന്ധപ്പെടുന്നു, ഏത് ഭാവാധിപനുമായിട്ട് യോഗം ചെയ്യുന്നു, ആ ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഡിലേയിങ് ഉണ്ടാവും. മന്ദനാണ്, പതുക്കെയാണ് പോകുന്നത്, സ്ലോ മൂവിങ് ആണ്. അതുകൊണ്ട് ആ ഒരു ഡിലേ ഉണ്ടാവും. അതുപോലെ തന്നെ ശനി മോശമായി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നോടും തൻ്റെ ചുറ്റുപാട് നിൽക്കുന്നവരോടും ഒക്കെ ഒരു തലയും വാലും ഒന്നും ഇല്ലാതെ ചുമ്മാതെ ദേഷ്യപ്പെടുക, ചുമ്മാതെ ഇറിറ്റേറ്റഡ് ആകുക, ഫ്രസ്ട്രേറ്റഡ് ആകുക, അപകർഷതാബോധം വരിക. ഈ രക്ഷപ്പെട്ടവരെ കാണുമ്പോഴത്തേക്ക്, അതായത് സാമ്പത്തികമായിട്ട് ഉയർച്ചയും തന്നെക്കാട്ടിലും ഉയർന്നവരെ കാണുമ്പോഴത്തേക്ക് ഒരടിമത്വവും, പോകാനൊരു ചളിപ്പും, പുറമോട്ട് മാറി നിൽക്കലും, ഒരു പിന്നിലേക്ക് മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയും ഒക്കെ ഇവർക്കുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഒരു എന്താ ചെയ്യണ്ടേ, എന്നെക്കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല, എനിക്കിതിനുള്ള കഴിവില്ല, എനിക്കിതിനുള്ള ശേഷിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുറമോട്ട് ആ പുറകിലേക്കുള്ള വലി. എസ്പെഷ്യലി സാറ്റേൺ ആത്മകാരകനാവുകയും അതുപോലെ തന്നെ സാറ്റേൺ റെട്രോഗ്രേഡ് ആവുകയും കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പുറമോട്ടൊരു വലിവ് കാണും, ഒരു ഉൾവലിവുണ്ടാവും. അതിനെ നമ്മൾ ആന്തരികമായിട്ടുള്ള തലത്തിലേക്ക് ഉപയോഗിക്കാനുള്ള ശ്രമം വേണം. എഫേർട്ട് വേണം. എഫേർട്ടില്ല നടക്കത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം, നമ്മുടെയൊക്കെ ഒരു വിചാരം എന്ന് പറയുന്നത്, നമുക്കൊരു പ്രതിസന്ധി വന്ന് എങ്ങനെയെങ്കിലും ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയാണ് എന്നുള്ളതാണ്. മിക്കപ്പോഴും ഇപ്പോൾ കൺസൾട്ടേഷൻ ആണെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ അടുത്തേക്കാണെങ്കിലും വരുന്നത്, ഈ പ്രശ്നം തീരൂ, ഈ ജോലി എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ വരും, ഇതിനൊന്ന് ദൈവാധീനം ആക്കി തരാൻ പറ്റുമോ, ഇതൊക്കെയാണ് ഇപ്പോഴും ചോദിക്കുന്നത്. നമ്മൾ കൺസൾട്ടേഷൻ എടുക്കുമ്പം ഈ പറയുന്ന രീതിയിൽ ആർട്ട് ഓഫ് സെലിസ്റ്റിയൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ആർട്ട് ഓഫ് സ്പിരിച്വൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പം ആൾക്കാർക്ക് താല്പര്യമില്ല. ഇപ്പോഴും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നത് എങ്ങനെയെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കണം. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ റീസൺ എന്താണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ജ്യോതിഷ വിദ്യാർത്ഥികളുടെ, ഞാനടക്കമുള്ളവരുടെ അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെയും ഒരു പ്രധാന കാര്യം. ഇത് സാറ്റേൺ റെട്രോഗ്രേഡ് ആവുകയും സാറ്റേൺ ആത്മകാരകനാവുകയും ചെയ്താൽ
തന്നോട് മറ്റുള്ളവരും അതുപോലെ മറ്റുള്ളവരോട് താനും വളരെ കർശനമായിട്ടും ഒരു കാര്യമില്ലാതെയും ഇടപെടും. പ്രത്യേകിച്ച് ഫ്രസ്ട്രേഷൻസ്, ഓവർ തിങ്കിങ് ഒക്കെ വന്നിട്ട്, ഇപ്പം ഉദാഹരണത്തിനൊരു ജോലി, ഇപ്പം ബ്ലൂ കോളർ ജോബാണ് ആക്ച്വലി സാറ്റേൺ വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എന്നാൽ കുറച്ച് ദിവസമായിട്ട് പണിയില്ല. ഇപ്പം ഇന്ന് പണി കിട്ടുവാണ്, ഒരു ജോലിക്ക് വിളിക്കുകയാണ്. ജോലിക്ക് വിളിക്കുമ്പോൾ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ഇവരുടെ ഒരു രീതിയും സംസാരമൊക്കെ കാണുമ്പോൾ ആ ഫ്രസ്ട്രേഷൻ കാരണം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇന്ന് പണി വേണ്ട എന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ല. കാരണം പണിയില്ല, എന്നാൽ പോലും അവിടെ പോയിട്ട് ആ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ താഴാനും വയ്യ എന്ന താന്നാണ് നിൽക്കുന്നത്. സ്വയം താഴ്ന്നു പോകുന്ന രീതിയിലുള്ള ഒരു ഇടപാട്, ഒരവസ്ഥ, മാനസികാവസ്ഥ. അപ്പം ഇതെന്ന് പറയുന്നത് അപകർഷതാബോധത്തിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണ രീതിയാണ്. പണി ഓൾറെഡി ഇല്ല, ദാരിദ്ര്യമാണ്, പോയാൽ അത് തീരും, പക്ഷേ അവിടെ താഴാൻ വയ്യ. അതായത് പട്ടിണി കിടക്കുകയാണ്, പക്ഷെ അവിടെ ചെല്ലുന്ന സമയത്ത് അവരുടെ മുന്നിൽ തനിക്ക് നിൽക്കാൻ വയ്യാലോ എന്നുള്ളൊരു അപകർഷതാബോധത്തിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പ്രതികരണ ശൈലി പലപ്പോഴും ശനി ആത്മകാരകനാവുകയും അതുപോലെ തന്നെ മറ്റു മോശാവസ്ഥയിലൂടെ സഞ്ചരിക്കുക. ശനി, അഷ്ടമശനി, കണ്ടകശനി ഇതെല്ലാം ബാധിക്കും. ഗോചരവും കൂടെ വരുമ്പം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കിയെടുക്കാനും കഴിയും. ശനി ആത്മകാരകനാകുമ്പോൾ ഉള്ളൊരു പ്രധാന വെല്ലുവിളി അത്. മറ്റെല്ലാ പ്ലാനറ്റ്സിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാൻ 2 പ്ലാനറ്റ്സ് ഒരു വീഡിയോയിൽ വെച്ചാൽ പറഞ്ഞത്. പക്ഷെ സാറ്റേണിൻ്റെ ഞാൻ എടുത്ത് പറയാൻ കാരണം അറിയാം. സാറ്റേൺ ആത്മകാരകനായിട്ടിരിക്കുമ്പം അസ്ട്രോളജേഴ്സിന്, വിദ്യാർത്ഥികൾക്ക് കുറച്ചും കൂടെ പ്രഡിക്ഷൻ സാധ്യതകൾ വളരെ കൂട്ടിത്തരുന്നൊരു ഗ്രഹമാണ്. ഉറപ്പിച്ചോളൂ, സാറ്റേൺ ആത്മകാരകനായിട്ട് ഏത് ഭാവത്തിലാണോ നിൽക്കുന്നത് ആ ഭാവവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഡിലേയിങ് ഉണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് ആ ഭാവവുമായി ബന്ധപ്പെട്ട് എഫേർട്ടുകൾ ഇടാതെ ജീവിതം സക്സസ്ഫുൾ ആവില്ല, മനസമാധാനം കിട്ടില്ല എന്നുള്ളത് ഇത് രണ്ടും നിങ്ങൾ അടിവരയിട്ട് എഴുതി വെച്ചോളൂ. ഒരു സംശയമില്ലാത്ത കാര്യം അത് 100% ഉറപ്പാണ്. സാറ്റേൺ ഏത് 10ലാണ് നിൽക്കുന്നതെങ്കിൽ കർമ്മം ചെയ്തു തന്നെ, കർമ്മത്തിന് വേണ്ടി ത്യജിക്കണം, ത്യാഗവും ചെയ്യണം. അതുപോലെ തന്നെ കർമ്മത്തിന് വേണ്ടി ഒരു നിഷ്ഠയുണ്ടാവണം, കർമ്മത്തിന് വേണ്ടിയിട്ടൊരു ഉത്തരവാദിത്വ ബോധമുണ്ടാവണം, കർമ്മത്തിന് വേണ്ടിയിട്ടൊരു അച്ചടക്കമുണ്ടാവണം, കർമ്മത്തിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുമ്പോൾ എന്താണ്, മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ ഉയർച്ചകൾ വരികയും ചെയ്യും എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാൽ നെഗറ്റീവ് ആകുമ്പോൾ നിരാശാബോധം, ഭയം, അപകർഷത പല വിഷയങ്ങളിലും ഉണ്ടാവുന്ന, ഞാൻ കുറച്ച് താഴ്ന്നതാണ് എന്നുള്ള ചിന്ത, ഏകാന്തത, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇല്ലായ്മയിലും എന്തോ ഉണ്ടെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത്. ഇവർക്ക് എന്നാലൊരു സാറ്റിസ്ഫാക്ഷൻ, പക്ഷേ ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാവും ഒന്നുമില്ല, ഷോ മാത്രമേ ഉള്ളത്. അങ്ങനെ കാണിക്കുന്ന കുംഭൻ രാശി ശനിയുടെ ഇങ്ങനെ മെലിഞ്ഞ ശരീരം, മുഷിഞ്ഞ മുണ്ട്, തോളിൽ വെച്ചിരിക്കുന്ന കുടം. എന്താണ് തോളിൽ വെച്ചിരിക്കുന്ന കുടം? കുടത്തിൽ എന്തോ ഉണ്ട്, ഒന്നുമില്ല എന്ന് കാണിക്കാൻ, താഴെ വെക്കാൻ വയ്യാത്തതുകൊണ്ട് തോളിൽ വെച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്, ആ പ്രൈഡ് കാണിക്കാനുള്ള ശ്രമം. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സാറ്റേൺ. സാറ്റേൺ റെട്രോഗ്രേഡ് ആകുമ്പോൾ, സാറ്റേൺ ആത്മകാരകനാകുമ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം വരും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ക്ഷമ പഠിക്കുക. ക്ഷമയോടെ തടസ്സങ്ങളെ നേരിടുകയും ഈ പ്രശ്നങ്ങളെ തരണം ചെയ്ത് എനിക്ക് മുന്നോട്ട് പോവാൻ പറ്റുകയും ചെയ്യും എന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇപ്പോൾ ചില ആൾക്കാർക്ക് 25 വയസ്സാകുമ്പോൾ 7-ൽ ആത്മകാരകനായിട്ട് ശനി നിന്നാൽ വിവാഹം ഡിലേ ആവും. അപ്പം 30 വയസ്സാകുമ്പോഴൊക്കെ ആണെങ്കിലും നടക്കത്തില്ല. അപ്പോൾ അവർ വിളിക്കുമ്പോൾ പറയാറുണ്ട്, നമ്മുടെ പ്രായം കഴിഞ്ഞു പോയില്ലേ എന്നുള്ളത്. ഇവിടെ പ്രായം ഒരു നമ്പർ മാത്രമാണ്. ഓരോ ആൾക്കാർക്കും 25 വയസ്സിൽ തട്ടിപ്പോകുന്നവരുണ്ട്, 50 വയസ്സിൽ മരിച്ചു പോകുന്നവരുണ്ട്,
75 വയസ്സിലും 90 വയസ്സിലും മരിച്ചു പോകുന്നവരുണ്ട്. അപ്പം നേരത്തെ വിവാഹം നടന്നവർ ഡിവോഴ്സ് ആവുന്നുണ്ട്, നേരത്തെ വിവാഹം നടന്നവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, വൈകി വിവാഹം കടന്നവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, വൈകി വിവാഹം നടന്നവർ മോശമായി ജീവിക്കുന്നുണ്ട്. അപ്പം സമയം അതൊക്കെ ഒരു കാലത്തിൻ്റെ ഒരു ഇതാണ്. മാട്രിമോണിക്കാരുടെ ഒരു പരിപാടിയാണ്. 30 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേരെ പിന്നെ ഒന്നിനും കൂടുതൽ 30 വയസ്സ് കഴിഞ്ഞ പ്രായമായി എന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇത്. പണ്ട് അത്രയും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ വീണ്ടും അത് വന്നിട്ടുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഇപ്പോൾ 30 വയസ്സ് ആവാം, 26 വയസ്സ് കഴിഞ്ഞ് എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ 30 വയസ്സ് കഴിയാൻ പാടില്ല. 30-ന് എന്തോ ഒരു കണക്കുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുപോലെ അപ്പം 7-ൽ സാറ്റേൺ നിൽക്കുന്നവർ, 7-ൽ ആത്മകാരകനായിട്ട് ശനി നിൽക്കുന്നവർക്ക് നിങ്ങളുടെ 30 വയസ്സ് എന്ന് പറയുന്നത് സാധാരണക്കാരിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോയ ശേഷമേ അത് നടക്കത്തുള്ളൂ എന്നുള്ളത്, കുറച്ച് ഡിലേ ആവും എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്ഷമയോടെ തടസ്സങ്ങളെ നേരിടാനും ലാളിത്യത്തോടു കൂടി അതിനെ ഹാൻഡിൽ ചെയ്യാനും ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനും പറ്റും എന്നുള്ളതാണ് സാറ്റേൺ ആത്മകാരക ഗ്രഹമാകുമ്പോൾ നമുക്ക് തരുന്ന പാഠം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കേണ്ട ദേവത എന്ന് പറയുന്നത് യോഗശാസ്ത്രമാണ്, ശബരിമല ശാസ്ത്രമാണ്. യോഗ ദക്ഷിണാമൂർത്തി, യോഗ നരസിംഹം, ഇതെല്ലാം പ്രധാനപ്പെട്ട ശനിയുടെ പരിഹാരങ്ങളാണ്. ധ്യാനം, മെഡിറ്റേഷൻ എല്ലാ ഇതിനും പരിഹാരമല്ല. പൊതുവെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് എല്ലാ കർമ്മങ്ങൾക്കും മെഡിറ്റേഷൻ പരിഹാരമാണെന്ന് ഒരിക്കലുമല്ല. ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളും ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകാന്തത, ഡിപ്രഷൻ, ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയം, ശനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിരാശാബോധം, ആ കാരകത്വത്തിലുള്ള കർമ്മങ്ങൾക്ക് മാത്രമേ മെഡിറ്റേഷൻ വർക്ക് ചെയ്തുള്ളൂ, ധ്യാനം വർക്ക് ചെയ്തുള്ളൂ, ധ്യാനം സെറ്റാകത്തുള്ളൂ. അപ്പം ഓരോന്നിനും ഓരോ തരത്തിലുള്ള ധ്യാനങ്ങൾ. ഇപ്പം പ്രാണായാമവും ആക്ച്വലി ഒരു ധ്യാനമാണ്, അതിൻ്റെ അൾട്ടിമേറ്റ് ലെവലിൽ. മന്ത്രജപവും ആക്ച്വലി ഒരു ധ്യാനമാണ്. പല തലത്തിലേക്ക്, വൈഖരി, മധ്യമ, പശ്യന്തി, പര എന്ന് പറയുന്ന തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതൊരു ആക്ച്വലി ധ്യാനമാണ്. പക്ഷെ തുടങ്ങുമ്പോൾ എന്തൊരു കർമ്മമാണോ അവരെ തടസ്സമായി നിൽക്കുന്നത്, മാനസികമായിട്ട് ആ ഒരു കോൺഫിഡൻസ് തരാത്തത്, എന്തൊരു കർമ്മമാണോ അനുഭവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന് ആ കർമ്മം സൂചകമായിട്ടുള്ള ഗ്രഹങ്ങളുടെ അതേ പാറ്റേണിലുള്ള പരിഹാരം തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ പരിഹാരം ആവില്ല. അത് പഠിച്ചു വെക്കണ്ട. അപ്പോൾ ഇവിടെ സാറ്റേൺ ആകുമ്പം സാറ്റേൺ കൊണ്ടുതരുന്ന ഡിപ്രഷൻ, ഏകാന്തത, വിഷാദം, അതുപോലെ നിരാശാബോധം, ഒറ്റപ്പെടൽ, ഇതിനെല്ലാം ധ്യാനം ഉപയോഗിക്കും. ധ്യാനിച്ചിരിക്കുന്ന ദേവതകൾ തന്നെയാണ് അതിൻ്റെ പരിഹാരം. അപ്പം യോഗ, ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഗുണമായിട്ട് വരികയും ചെയ്യും. ശനീശ്വര പ്രീതി വരുത്തുക, ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം, ഇള്ളുവായുസം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ധാരാളം എള്ള് ശാസ്താവിന് സമർപ്പിക്കുക. ഇത്രയൊക്കെയാണ് പ്രധാന പരിഹാരങ്ങൾ കേട്ടോ. ശനിയുടെ പരിഹാരം ഞാൻ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, പൂർണ്ണമായിട്ട് വളരെ വിശദമായിട്ട് ശനിയുടെ പരിഹാരം പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ പരിഹാരങ്ങൾ എന്ന് പറയുന്ന പ്ലേലിസ്റ്റിൽ ശനിയുടെ പരിഹാരം എടുത്ത് നോക്കുക. അപ്പോൾ അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയിട്ട് അവനവനാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് മുന്നോട്ട് പോവുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളിൽ ഓർത്ത് വെച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നോക്കുക. ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടുമുള്ള പ്രധാന ഗുണം. അല്ലെങ്കിൽ കേട്ടാലെന്തോ കേട്ടില്ലെന്തോ അല്ലേ, അത് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എല്ലാവരെയും ശനിയുടെ അതിദേവനായിട്ടുള്ള ശാസ്താവ് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.